ഹായ് ഗായ്സ് അഖിലിപ്രോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ 6 വോട്ടിംഗ് ഇന്നലെ രാത്രിയോടെ പുനരാരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 9 നോമിനേഷൻസ് ആണുള്ളത്. കഴിഞ്ഞ ആഴ്ചത്തെ അതേ നോമിനേഷൻ തന്നെയാണ് ഇത്തവണയും. അതുകൊണ്ട് തന്നെ ഇത്തവണ ആളുകൾ പുറത്തു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നതും കൂടെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കാരണം വോട്ടിംഗ് ഇപ്പോൾ വളരെ രീതിയിൽ കുറഞ്ഞു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ അത്രയും ഒരു വോട്ടിംഗ് മുന്നേറ്റം ഇപ്പോൾ ആരിൽ നിന്ന് കണ്ടുവരുന്നില്ല. ഏതായാലും ഇന്ന് 2:30 വരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ അത് ജിൻഡോ തന്നെയാണ് തുടർന്ന് 3,17,200 വോട്ട് നേടി ജിൻഡോ 1-ാം പൊസിഷൻ പിടിച്ചടക്കിയിരിക്കുകയാണ്. 2-ാം പൊസിഷനിൽ തൊട്ടു പിന്നാലെ നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ടുള്ള അഭിഷേക് ഉണ്ട്. 3,04,350 വോട്ട് നേടിയാണ് 2-ാം പൊസിഷനിൽ തുടരുന്നത്. 3-ാം പൊസിഷനിൽ ഋഷിയാണ് തുടരുന്നത്. ഋഷിക്ക് ഇപ്പോൾ നല്ലൊരു മുന്നേറ്റമുണ്ട്. ബിഗ് ബോസ് ഹൗസിലെ പ്രകടനത്തെ ആസ്പദമാക്കിയാണെന്ന് തോന്നുന്നു എനിക്ക് വോട്ട് കൂടുന്നത്. 2,89,321 വോട്ട് നേടി 3-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 4-ാം പൊസിഷനിൽ ഇപ്പോഴും ശ്രീതു തന്നെയാണ് തുടർന്ന്. യാതൊരു മാറ്റമില്ല. ശ്രീതു ഒരു പതിഞ്ഞ താളത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2,49,708 വോട്ട് നേടിയാണ് ശ്രീതു ഇപ്പോൾ 4-ാം പൊസിഷനിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. 5-ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റവുമായിട്ട് അൻസിബ കയറി വന്നിരിക്കുകയാണ്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. 2,40,312 വോട്ട് നേടി 5-ാം പൊസിഷൻ നോറിൽ നിന്ന് പിടിച്ചടക്കിയിരിക്കുകയാണ് അൻസിബ. 6-ാം പൊസിഷനിലേക്ക് നോറ തള്ളപ്പെടുകയാണ് ചെയ്തത്. ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് തള്ളപ്പെട്ടിരിക്കുന്നത്. 2,44,980 വോട്ട് നേടിയാണ് നോറ 6-ാം പൊസിഷനിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നത്. തുടക്കത്തിൽ 5-ാം പൊസിഷനിലായിരുന്നു, ഇപ്പോൾ 6-ാം പൊസിഷനിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. 7-ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റവുമായി ശ്രീരേഖ വീണ്ടും കയറി വന്നിരിക്കുകയാണ്. ശരണ്യെ അട്ടിമറിച്ചുകൊണ്ടാണ് ശ്രീരേഖ 7-ാം പൊസിഷനിലേക്ക് കയറി വന്നത്. നല്ലൊരു വോട്ട് മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. 2,38,700 വോട്ടാണ് ശ്രീരേഖ കരസ്ഥമാക്കിയിരിക്കുന്നത്. 8-ാം പൊസിഷനിലേക്ക് ശരണ്യ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ശരണ്യ ഈ തവണ പോകാൻ ചാൻസ് കൂടുതലുള്ള ഒരു മത്സരാർത്ഥി കൂടിയാണ്. 2,36,790 വോട്ട് നേടാനേ സാധിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ ഡേഞ്ചർ സോണിലാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ് ശരണ്യ. 9-ാം പൊസിഷനിൽ ജാൻമണി തന്നെയാണ് തുടർന്ന്. ജാൻമണിക്ക് വോട്ടിംഗ് കുറച്ച് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചെങ്കിലും ഇതുവരെയ്ക്കും ആരെയും അട്ടിമറിക്കാൻ സാധിച്ചില്ല. 2,39,750 വോട്ട് നേടി ഡേഞ്ചർ സോണിലാണ്. പുറത്തു പോകാൻ ചാൻസ് കൂടുതലുള്ള മത്സരാർത്ഥി കൂടിയാണ്. എന്തായാലും വരും മണിക്കൂറുകളിലെ വോട്ടിംഗ് ഇവർക്ക് എല്ലാവർക്കും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സന്ദർശിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.